അപ്പോൾ കിച്ചണിലേക്ക് വന്ന ആദ്യത്തെ പരിപാടി ട്രൈപ്പ് കൊടുക്കലാണ് കേട്ടോ. അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ലഞ്ച് വ്ളോഗാണ്. ലഞ്ചിൽ നിന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ഒരുപാട് പേർക്ക് എൻ്റെ കിച്ചണ് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ എൻ്റെ കിച്ചൺ ഒന്ന് കാണിച്ചു തരാം. പട്ടാമ്പി വീട് കണ്ടവർക്ക് അറിയുന്നുണ്ടാകും. ആ കിച്ചണ് ടൈല് ഇങ്ങനെ വുഡൻ കളറാണല്ലോ. അപ്പോൾ ആ വീടും ഈ വീടും ഏകദേശം ഒരേ സമയത്താണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനും കിച്ചന് അതേപോലത്തെ ഒരു വുഡൻ ടച്ച് കൊണ്ടുവരണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വേറൊരു ടൈപ്പാണ് കേട്ടോ, സെയിം അല്ല. അപ്പോൾ ഇത് വേറെ ടൈപ്പുള്ള അങ്ങനത്തെ ഒരു വുഡൻ ടൈലാണ്. ഇത് കിച്ചൺ മുക്കാ ഭാഗം അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഭാഗത്ത് ആ ഭാഗത്ത് കടുക്, ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, പുളിങ്ങ, ഈ ഭാഗത്തേക്ക് വരും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അങ്ങനത്തെ പൊടികളൊക്കെ കേട്ടോ. പിന്നെ ഇതെൻ്റെ ചോപ്പറും അതിൻ്റെ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഷോ കേസാണ്. ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് ഷോ പീസുള്ള ഗ്ലാസ്സുകളാണ്. അത് വിരുന്നേർക്ക് കൊടുക്കാനുള്ള ഗ്ലാസ്സും ജ്യൂസ് ഗ്ലാസ്സും ചായ ഗ്ലാസ്സും കേട്ടോ. ഇത് ഞങ്ങൾക്കുള്ള ഗ്ലാസ്. ഇതായിട്ട് എൻ്റെ അമ്മച്ചിൻ്റെ ചോപ്പണ്ണി, എൻ്റെ അമ്മച്ചിൻ്റെ കാച്ചണ്ണി. പിന്നെ അത് നമ്മൾ അന്ന് ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡയറി കേട്ടോ. എന്താ വർഷം നോക്കണ്ട, എൻ്റെ പല ഭാവനകളും വിരിഞ്ഞിട്ടുള്ളത് എൻ്റെ കിച്ചണിൽ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും കിച്ചണിൽ വല്ല മീൻ മുറിക്കുമ്പോഴോ പച്ചക്കറി അരിയുമ്പോഴേക്കും ഓരോന്നും ഇങ്ങോട്ട് തെളിഞ്ഞു വരിക. ഓരോന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ എൻ്റെ 2 പുസ്തകത്തെ കവിത എഴുതിയത് ഞാൻ എൻ്റെ കിച്ചണിൽ തന്നെയാണ്. അപ്പോൾ കിച്ചണിലാണ് ഞാൻ എൻ്റെ ഡയറി പേനയും വെക്കുക കേട്ടോ. ഇപ്പോൾ യൂട്യൂബിലേക്കുള്ള ഓരോ ഐഡിയകൾ വരുമ്പോൾ അപ്പം തന്നെ അതിൽ എഴുതി വെക്കും. എൻ്റെ ഫിൽറ്ററാണ് കേട്ടോ, വാട്ടർ ഫിൽറ്റർ. അങ്ങനെ പിടിച്ചു വെക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരാണ് അതുവരെ പിടിച്ച് വെച്ചിട്ടുള്ളത്. എൻ്റെ ഇടയിൽ കണ്ട കുറച്ച് കുഞ്ഞിക്കൈകൾ. ഇതിനെ ഇടയ്ക്ക് വെയിൽ ഒളിക്കാൻ പുറത്ത് കൊണ്ടേ വെക്കും കേട്ടോ. തീരെ വെയിൽ കൊണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അവരൊരു വാട്ടം വരും. അത് കുഴൽക്കിണറിൻ്റെ മോട്ടറിൻ്റെ സെറ്റപ്പ് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പൈപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പൈപ്പ് ഇങ്ങനെയൊക്കെ ആക്കട്ടോ. പൈപ്പിനെ കാണാത്തൊക്കെ ഞാൻ ഒന്നും കാണിച്ചു തരാം. ഇതിങ്ങനെ ഷവർ ടൈപ്പിൽ വരും. ഇങ്ങനെ തിരിച്ചാൽ അത് നോർമൽ ടൈപ്പിൽ വരും. ഞാനത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. 690-650 എങ്ങാണ്ട് ഞാനത് അന്ന് മേടിക്കുമ്പോഴത്തെ വില. ഇപ്പം ഇങ്ങനെ നല്ല പേര്. ഇതിൻ്റെ സ്റ്റൗവ് ഇങ്ങനെ സ്ലാബ് മുറിച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുന്ന സ്റ്റൗവാണ്. ഇതിൻ്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഈ കട്ടിംഗ് ബോർഡ് ഞാൻ ഇവിടെ തന്നെയാണ് വെക്കൽ. പിന്നെ അതിൽ കല്ലുപ്പും ഇതിൽ പൊടിയുപ്പും അതവിടെ വെക്കും. പിന്നെ ഇതിൻ്റെ ഹാവൽസിൻ്റെ ഒരു എക്സോസ്റ്റ് ഫാനാണ്. വല്ലാതെ പുക ആകുമ്പോൾ ഞാനതൊന്ന് ഓണാക്കും. ഇതിൻ്റെ മിക്സിൻ്റെ സുജാതൻ്റെ മിക്സിയാണ്. സുജാതൻ്റെ മിക്സി നല്ല പെർഫോമൻസുമാണ്, സൗണ്ടും കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതും കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ ബിബിൻ്റെ പോക്കറ്റിൽ എൻ്റെ ഗ്ലൗസും. ജനലിനെ പറ്റിയിട്ട് കാണാത്തൊരു ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അതിൽ ഞാൻ വീര കെട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 പീസായതുകൊണ്ട് അടക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് അതിൽ നീര കെട്ടി വലിച്ചാൽ അതിങ്ങനെ ഈസി ആയിട്ട് കിട്ടും. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അതതിന് കിട്ടിയതിൻ്റെ വൃത്തികേടൊന്നും ആ ജനലിന് അറിയില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കിച്ചൺ ടൂർ. നമുക്ക് വേഗം ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. നേരെ നല്ലോണം വഴുകി ഷാൾ ഞാൻ എങ്ങനെ കിട്ടണം ഒരാൾ ചോദിച്ചിരുന്നു. ഞാൻ എങ്ങനെയാണ് പറഞ്ഞുതരാം. ഇതിലങ്ങനെ ഒരു വെൽവെറ്റിൻ്റെ ഒരു ഹെയർ ബാൻഡ് വെക്കും. അപ്പോൾ നമ്മൾ ഷാള് തലയിലങ്ങനെ ഉറപ്പിച്ച് നിൽക്കട്ടോ. അത് തലയിൽ വെക്കുക ആദ്യം. ഇത് പിന്നെ പണിയൊന്നുമില്ല. ഇതിങ്ങോട്ടും ആക്കുക, ഇവനിങ്ങോട്ടും ആക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഷാളിനൊന്നും പറ്റില്ല, ഷാൾ അവിടെ വന്നോളും. അപ്പം നമുക്ക് വേഗം ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ചിക്കൻ മസാല ആദ്യം പുരട്ടി വെക്കണം. അപ്പം മസാല പുരട്ടാൻ ആവശ്യമായ പൊടികളൊക്കെ ആദ്യം ഒന്ന് നിരത്തി വെക്കുക. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ കുറച്ച് ഗരം മസാല. അങ്ങനെ അവന്മാരെല്ലാം അവിടെ നിരന്നിരിക്കട്ടെ. എല്ലാവന്മാർ തൊപ്പി ഊതി വെക്കാം. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് പെരിഞ്ചീരകം. ഇവിടെ മോനിക്ക് പൊരിച്ച കോഴിയുടെ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. ഇക്കാക്കാണെങ്കിലോ പുഴുങ്ങിയ കോഴിയുടെ ബിരിയാണി. അപ്പം ഞാൻ ചിലപ്പോൾ പൊരിച്ചതുണ്ടാക്കും, ചിലപ്പോൾ പുഴുങ്ങിയതുണ്ടാക്കും. അപ്പോൾ അവനെ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് അടുത്ത പരിപാടി നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, വെള്ളുള്ളി, സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്ത പണി എന്തെന്ന് വെച്ചാൽ അടുപ്പ് എത്തിക്കും. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ വർക്ക് ഏരിയ.
അത് നമുക്ക് വെണ്ണീറൊക്കെ ഒന്ന് ഒഴിവാക്കാം. പുകയില്ലാത്ത അടുപ്പാണ് കത്തിക്കണമെങ്കിൽ, മറ്റേ അടുപ്പിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ പുകയില്ലാത്ത അടുപ്പാണ് കത്തിക്കുന്നത് വെച്ചാൽ ഒരു തരി വെണ്ണൂറയിലുണ്ടെങ്കിൽ പുകഞ്ഞീട്ട് നിൽക്കില്ല. അടുപ്പിക്ക് എന്തിനാ ഹാർപ്പിക്ക് വയ്ക്കണമെന്ന് ചോദിക്കരുത്. ഇത് ഹാർപ്പിക്കിൻ്റെ കുപ്പിയിലുള്ള മണ്ണെണ്ണ. മണ്ണെണ്ണ വെച്ചാൽ പിന്നെ പരിപാടി ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് പരിപാടി ചെയ്യും. ബിസ്മില്ലാഹിർ. ഇമ്മ ബിരിയാണി കഴിക്കൂല കേട്ടോ. അപ്പം ഉമ്മാക്ക് കുറച്ച് സാദാ ചോറ് വെക്കണം. അപ്പോൾ കുളി കഴിഞ്ഞ ഉമ്മാക്ക് ഒന്നില്ലെങ്കിൽ ഇമ്മ കഞ്ഞി, അല്ലെങ്കിൽ ചായ, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കേട്ടോ. അപ്പോൾ ഈ ചൂടല്ലേ, അപ്പോൾ ചായ വേണ്ട, ഇനി ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ആപ്പിൾ ചെത്തിയിടലേന്ന് ഞാൻ ഇതുവരെ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. കുറച്ച് പാല്, വെള്ളം. പിന്നെ ഞാൻ വെള്ളം വെക്കുക ഇങ്ങനെ ഡ്രമ്മിലാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുപ്പിയിൽ വെച്ചാലുണ്ടല്ലോ, കുപ്പി ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല. പയ്യന്മാരതൊക്കെ കൊണ്ടിട്ട് 4 പുറയിടും. പിന്നെ ഞാനത് തിരഞ്ഞെടുക്കണം. അപ്പം ഞാൻ ഇങ്ങനൊരു വലിയ ഡ്രമ്മിലാണ് വെക്കും. ഇതാകുമ്പോൾ ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല. 2 സ്പൂണ് പഞ്ചസാര. അപ്പോൾ ചെറുതും നീച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതെന്ന് പറഞ്ഞാൽ അവൻ 9 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി ലഞ്ച് ടൈമിൽ ചായ കുടിക്കണ്ട പറ്റും, ഞാൻ ജ്യൂസ് വരെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഉമ്മാക്കും കൊടുത്തിട്ട് വരാം. ജ്യൂസ് കുടിച്ചോളൂ. ആപ്പിള് അപ്പോൾ ചിക്കനൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ മസാല പുരട്ടി വെച്ച ഈ പാനിൽ തന്നെയാണ് ചിക്കൻ പൊരിക്കണത്. ഒരു ഷാലോ ഫ്രൈ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് പൊരിച്ചെടുക്കണില്ല. അപ്പോൾ മോൻ നീച്ചു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓണോട് തന്നെ ചോദിച്ചു നോക്കാം. മോനെ, എനിക്ക് ബിരിയാണിക്ക് പൊരിച്ച കോഴിയാ പുഴുങ്ങിയ കോഴിയാ വേണ്ടേ? ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ആ ഉള്ളിന് വറുത്തെടുക്കണത്. അതവിടെ കിടന്ന് വാടട്ടെ. 4 പച്ചമുളക്, ഒരു പിടി വെളുത്തുള്ളി, കഷ്ണം ഇഞ്ചി. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് കൊടുക്കാം. ഉപ്പിട്ടിട്ടില്ല. ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഉള്ളിയും മസാലയും വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ അതിലേക്ക് വേറെ ഒരു പൊടികളും വേറെ ചേർക്കാറില്ല കേട്ടോ. കുറച്ച് ഗരം മസാല മാത്രമേ ചേർക്കാറുള്ളൂ. എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ല, ഇന്നങ്ങനെയാണ്. പൊരിച്ച് വെച്ച കോഴിമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ കപ്പ് കണക്കാണ് കേട്ടോ എപ്പോഴും ഉണ്ടാവുക. കുറച്ച് പേരുള്ള വെച്ചാൽ ഈ ചെറിയ കപ്പും, ഇതിലൊരു വലിയ കപ്പും. കുറേ പേരുണ്ടെങ്കിൽ ആ വലിയ കപ്പും ഞാൻ എടുക്കാം. ബിരിയാണി വെക്കാൻ ഉരുളി അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ അരി ഞാൻ വെള്ളത്തിലിട്ട് വെക്കും. അത് നല്ലോണം കഴുകിയിട്ട് അതുകൊണ്ട് കുതിർത്ത് വെക്കും ചെയ്യും കേട്ടോ. പിന്നെ നേരെ അതങ്ങോട്ട് ഉരുളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഒന്ന് കഴുകാൻ വെക്കണ്ട.
മസാലയ്ക്കുള്ള കുറച്ച് മല്ലിയില അരിഞ്ഞെടുക്കാം. വെച്ചപ്പിന്നെ ഈ മണ്ണുള്ള ഭാഗം ആദ്യം വെട്ടിക്കളയണം, എന്നിട്ടേ കഴുകാവൂ, അല്ലെങ്കിൽ ഇതിൻ്റെ വേരുമുള്ള ഈ മണ്ണൊക്കെ ഈ മല്ലിച്ചപ്പുമൊക്കെ ആവുള്ളൂ. ഉമ്മാക്ക് ബിരിയാണി പറ്റൂല കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു മസാല മാറ്റി വെച്ചിട്ട് അത് ഉമ്മാക്ക് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ സാദാ ചോറും. അപ്പോൾ ഉമ്മാക്ക് ചോറ് എടുത്തിട്ട് വരാം. ഇന്ന് ലഞ്ച് വ്ലോഗ് ആദ്യമായിട്ട് എടുക്കണ കാരണം സമയമൊക്കെ ആകെ കയ്യിൽ നിന്ന് പോയിക്കണ്. അപ്പോൾ ഉമ്മാൻ്റെ ലഞ്ച് അങ്ങനെ വൈകിക്കാൻ പറ്റില്ല, ഗുളികയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഉമ്മാക്ക് കൊടുത്തിട്ട് വരാം. കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് നെയ്യ്. അത് ചൂടായാൽ ഒരു 5-6 ഏലക്ക, 5-6 കറാമ്പൂ, 3-4 വട്ടം. അതൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ അളവ് കപ്പാണ് ഇട്ടത്, അവനോട് ഇരിക്കട്ടെ. ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. ക്യാരറ്റ്, ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. നാരങ്ങ പിഴിഞ്ഞെടുക്കുക. നാരങ്ങക്കുള്ള അരിപ്പ നമ്മൾ കൈ തന്നെ കിട്ടും, കുരു തന്നെ നമുക്ക് ഒഴിവാക്കാം. 1 നാരങ്ങത്തോണ്ട് അതിക്കിട്ട് കൊടുക്കാം. 2 ഇട്ട് കൊടുക്കണ്ട, ചിലപ്പോൾ അത് കഴിക്കും. ആവശ്യത്തിന് ഉപ്പ്. അരി ഇട്ട് കൊടുക്കാം. ഞാൻ അധികം നെയ്ച്ചോറും ബിരിയാണിക്കും ഈ റൈസ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യട്ടോ. അപ്പോൾ അതിനോട് കടന്ന് വേണം. എന്തോ ഒരു ചൂടാണേ. അപ്പം നമ്മൾ റൈസ് ഏകദേശം വെന്തിക്കണേ. ഇനി ബാക്കി പരിപാടിയൊക്കെ ഇവിടെയാണ് കേട്ടോ. ചോറൊക്കെ സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് മസാല സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ആവശ്യത്തിനാണെങ്കിലും വലിയ ആവശ്യത്തിനാണെങ്കിലും ഈ ഉരുളിയിൽ തന്നെ ഞാൻ വെക്കാം കേട്ടോ. ഇത് ഇൻഡാലിയൻ്റെ ഉരുളിയാണ്, ലിങ്കൊന്നുമില്ല, ഞാൻ അത് കടയിൽ പോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. കുറച്ച് മല്ലിയില, കുറച്ച് ഗരം മസാല പൊടിച്ചതുണ്ട്. മസാല പൊടിച്ചത് സ്പൂണിലിടരുത്, അപ്പോൾ അവിടെ കട്ട കുത്തിക്കിടക്കും. അതൊന്ന് കയ്യിക്കെടുത്ത് ഒന്ന് തൂക്കി കൊടുക്കുക അവിടെ എല്ലായിടത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബിരിയാണി റെഡി. ബിരിയാണി എങ്ങനെയുണ്ട്?